കഴിഞ്ഞ വർഷം ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ താങ്കളുടെ ചാർട്ടേഡ് അക്കൗണ്ട് ഇഡി ഓഫീസിൽ ഹാജരായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇഡി ഓഫീസിൽ മാത്രമല്ല, ഇൻകം ടാക്സ് ഓഫീസിൽ പോയിട്ടുണ്ട്, GST ഓഫീസിൽ പോയിട്ടുണ്ട്. ഓരോ ഡോക്യുമെന്റ്സും അതുപോലെ ഇവർ ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ചാർട്ടേഡ് അക്കൗണ്ടിലല്ല പോയിരിക്കുന്നത്, എന്റെ ഓഫീസിൽ നിന്നുള്ള CFO ആണ് പോയിരിക്കുന്നത്. ഒരു ചാർട്ടേഡ് അക്കൗണ്ട് വക്കീലിന്റെ ആവശ്യമില്ല ഈ ഡോക്യുമെന്റ്സ് ഹാജരാക്കുന്നതിന്. അവർ പോകുന്നത് എന്താ തെറ്റ്? GST ഓഫീസിൽ പോയിട്ടുണ്ട്, ഇൻകം ടാക്സ് ഓഫീസിൽ പോയിട്ടുണ്ട്, കസ്റ്റംസിൽ എല്ലാ ആഴ്ചയും ആളുകൾ പോകുന്നുണ്ട്. അത് വലിയ പാപമാണോ? അത് തെറ്റാണോ? അത് അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് കൊടുക്കണ്ടേ? നിങ്ങൾ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ച് പുറത്തുവിട്. ഈ പറയുന്ന ഇഡിയുടെ കയ്യില് എന്തെങ്കിലും ഇനി ഞാൻ ഇപ്പൊ പറയുകയാണ്, NDAയുമായിട്ടുള്ള സഖ്യമുണ്ടാക്കി അതുകൊണ്ട് ഇത് പൂഴ്ത്തും. നിങ്ങൾക്ക് കോടതി ഉണ്ടല്ലോ, കോടതി ഫയൽ ചെയ്തിട്ട് നിങ്ങൾ തെളിയിക്ക്. ഞാൻ $1 വിദേശ ചട്ടലംഘനം നടത്തിയിട്ട് നിങ്ങൾ തെളിയിക്ക്. ഏതെങ്കിലും നിയമം ലംഘിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ തെളിയിക്ക്. ഞാൻ ഈ പരിപാടി ഉപേക്ഷിച്ച കമ്പനി എഴുതി തരാം നിങ്ങൾക്ക്. ആ ധൈര്യം നിങ്ങളുടെ ഉടമയ്ക്കുണ്ടോ? റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയ്ക്കുണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞ് തെറ്റാണെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞാല് ആ ചാനൽ അടച്ചുപൂട്ടാൻ നിങ്ങൾ തയ്യാറാണോ? ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം ഈ ഫാക്ടറി. സാബു ജേക്കബ് 2015 അധികാരം ഏറ്റെടുത്തു കിഴക്കമ്പലം പഞ്ചായത്തിന്റെ. അന്ന് എല്ലാവരും എന്താ പറഞ്ഞത്? സാബു ജേക്കബ് പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടികള് പഞ്ചായത്തിൽ നിന്ന് സാധിക്കാനാണെന്ന്. അവിടെ ഇരിക്കുന്ന സെക്രട്ടറി അടക്കം ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് പറ, സാബു ജേക്കബ് ₹1 നിയമവിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പഞ്ചായത്തിൽ നിന്ന് നേടിയിട്ടുണ്ടോ എന്ന്. 1 സ്ക്വയർ ഫീറ്റ് കെട്ടിടം പോലും ഞാൻ കൂട്ടിയിട്ടില്ല 2015 ശേഷം. ഇനി 2016 മുതൽ 2021 വരെ പിണറായി വിജയന്റെ കൂടെ ഒരു സഹപാഠിയായിട്ട് നടന്ന ഒരാളാണത്. എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ നേടാമായിരുന്നു. ഒരു കപ്പലണ്ടി പോലും ഞാൻ മേടിച്ച് കഴിച്ചിട്ടില്ല. ചോദിക്ക്, പറയട്ടെ. ഇനി ഇത് മാത്രമല്ല, ഞാനെന്നല്ല, എന്റെ അച്ഛനായിട്ട് ഈ കുടുംബം ഒരു സർക്കാരുകളിൽ നിന്നും ഇവരൊക്കെ ആയിട്ട് ഏറ്റവും അടുത്ത ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ സാധിക്കാവുന്നതാണത്. ഒരു പൈസയുടെ പോലും ആരോടും ഒരു ഓബ്ലിഗേഷൻ ഇല്ലാത്ത ഒരു കുടുംബവും ഒരു വ്യവസായവും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നിയമവിരുദ്ധമായിട്ട് ഒരു കാര്യവും ചെയ്യാത്തുണ്ടെങ്കിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അത് തലയുടുത്ത് തന്നെ പറയാം. അത് പറയാനായിട്ട് ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയ്ക്ക് സാധിക്കുമോ? മാസങ്ങൾ ജയിലിൽ കിടന്ന ആൾക്ക് സാധിക്കുമോ? ഈ പറഞ്ഞ പാവപ്പെട്ട ആദിവാസികളുടെ ഒപ്പുണ്ടാക്കിയിട്ട് മരങ്ങൾ മുറിച്ചവന് സാധിക്കുമോ? ഫോണിന്റെ പേരിൽ കോടികൾ തട്ടിയവന് സാധിക്കുമോ? മെസ്സിയെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ വഞ്ചിച്ചവന് സാധിക്കുമോ? അപ്പോ അതൊക്കെ അറിഞ്ഞിട്ട് വേണം. നിങ്ങളൊക്കെ നിരപരാധികളാണ്. കിട്ടുന്ന പൈസ കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഓശാന പാടേണ്ടി വരും. അത് എന്റെ ഉദ്യോഗസ്ഥരായും ചെയ്യും. പക്ഷേ ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് ഇനം വേറെയാ. നിങ്ങൾ എല്ലാവരോടും കളിക്കുന്ന പോലെയല്ല. അതെ, താങ്കൾക്കെതിരെ ഫെമാ നിയമം ലംഘിച്ചു എന്ന പേരിൽ യാതൊരു കേസും ഇഡിയുടെ കയ്യിലില്ല. ഉണ്ടെന്ന് നിങ്ങൾ തെളിയിക്കുക. 100 കോടി രൂപ അങ്ങോട്ട് തരാൻ ഞാൻ. പറ്റുമോ താങ്കൾക്ക്? എന്ത് ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്തത്, പ്രസിദ്ധപ്പെടുത്തിയത്? എന്റെ പേരിൽ കേസ് രജിസ്റ്റർ FIR നിങ്ങളുടെ കയ്യിലുണ്ടോ? താങ്കളോട് നേരിട്ട് ഹാജരാകാൻ നിങ്ങൾ പറയോ? നിങ്ങളത് താങ്കളോട് നേരിട്ട് ഹാജരാകാൻ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളോട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്നോട് ഹാജരാവാൻ പറഞ്ഞ് ഞാൻ ഹാജരാവില്ലേ? ഞാൻ ഹാജരാവേണ്ട സ്ഥലത്ത് ഹാജരാകും. ഒരു ഫാക്ടറിയുടെ മാനേജർ എന്നുള്ള നിലയ്ക്ക് മാനേജിംഗ് ഡയറക്ടറോടാ പറയുന്നത്. നമ്മൾ ആരെങ്കിലും ഓതറൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനാണ് ഉദ്യോഗസ്ഥന്മാർ പോകുന്നത്. അങ്ങനെ മെയിൽ ഹാജരാകാൻ പറഞ്ഞ് അങ്ങനെ എത്രയും വലിയൊരു കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ച് അകത്തിട്ടില്ലായിരുന്നു അവര്. അന്നില്ലല്ലോ NDA. താങ്കളുടെ ഉടമയോട് ഹാജരാകാൻ പറഞ്ഞില്ലേ? പറഞ്ഞോ ഇടി? താങ്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഹാജരാകാൻ വേണ്ടി? അതല്ലേ പറഞ്ഞത്. ഇനി വീണ്ടും വീണ്ടും ഇത് തന്നെ പറയണോ? നിങ്ങൾക്കടയിൽ നോട്ടീസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടിയ നോക്ക് അതിനകത്ത് എന്താ പറഞ്ഞേക്കണമെന്ന്. അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ NDAയുമായിട്ട് ഞങ്ങൾ പൂഴ്ത്തി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുക. എല്ലാ ഡോക്യുമെന്റ്സും അവിടെ വരില്ലേ? ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? കോടതിയും അതിന് മേലെയാണോ? NDAയിൽ മേലെയാണോ? ഇത്തരം സംഭവങ്ങൾ രാജ്യത്ത് ഒരുപാടുണ്ടായിട്ടുണ്ട്. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ, ഒരുപാട് നേതാക്കളൊക്കെ തന്നെ ഇത്തരം കേസുകൾ വരികയും അതിനെ തൊട്ട് പിന്നാലെ NDAയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മുമ്പിലുണ്ട്. അത് താങ്കൾ കാണുന്നില്ല? അത് നാളെ രാവിലെ ഞാനൊരു നോട്ടീസ് അയക്കുന്നുണ്ട്. അത് കിട്ടിയിട്ട് അതിന് ഉത്തരം പറ നിങ്ങൾ. അപ്പൊ മനസ്സിലാവും. ഞാൻ പറഞ്ഞ കാര്യത്തിന് വ്യക്തമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്റെ കയ്യിലുണ്ട്.
അത് തെളിയിക്കാനായിട്ടുള്ള ബാധ്യത എനിക്കുണ്ട്. ആ നോട്ടീസ് വരുമ്പോൾ നിങ്ങളത് തെളിയിക്ക്. നിങ്ങൾ പൊതുസമൂഹത്തിൽ നിങ്ങൾ തെളിയിക്ക്. എന്ത് ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ വാർത്ത പടച്ചുവിട്ടത്? എന്ത് ഡോക്യുമെന്റ്സ്? അണ്ട് എന്നോട് ചോദിക്കുകയാണ് നിങ്ങളോട് ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന്. പിന്നെ എന്ത് കണ്ടുകൊണ്ടാണ് നിങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയത്? നിങ്ങളുടെ കയ്യിൽ എന്ത് മണ്ണാങ്കട്ട ഉണ്ടായിട്ടാ? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിട്ടാ? എന്നിട്ട് എന്നോട് ചോദിക്കുകയാണോ പറഞ്ഞോന്ന്? നിങ്ങളല്ലേ പറഞ്ഞത് എന്നോട് ഹാജരാവാൻ പറഞ്ഞു, എന്നെ ഇപ്പൊ തൂക്കിക്കൊല്ലും, NDA ആയിട്ട് യോജിച്ചതിന് വേണ്ടിയിട്ടാണെന്ന്. അല്ല, താങ്കളോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷെ താങ്കൾ എന്താണ് പറയുന്നത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. താങ്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? താങ്കൾ ഞാൻ പറയാനുള്ളത് ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ മനസ്സിലായി. ഇനി പ്രത്യേകിച്ച് പറയാനുള്ളതാണ്, നോട്ടീസ് വഴി നാളെ അങ്ങോട്ട് വരുന്നത്. ശമ്പളം മേടിക്കണമെങ്കിൽ അതിനുള്ള ജോലി ചെയ്തോളൂ. അത് ഉടമയ്ക്കും അതിനുള്ള മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാ. പിന്നെ എന്താണ് നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിലല്ലേ, നിങ്ങളല്ലേ പ്രശ്നപ്പെടുത്തി. ആ നോട്ടീസ് കയ്യിലില്ലേ? നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടിയത് ആ ഇൻഫർമേഷൻ? അതിൽ നോക്ക്. സാധാരണ ED ഒരാളെ ഒരു കേസുമില്ലാതെ അത്തരത്തിൽ വിളിച്ചു വരുത്തുകയില്ല. സാധാരണ കേസ് ഉണ്ടെങ്കിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്ത ശേഷമാണ്. ഒന്നുകിൽ രണ്ട് തരത്തിലാണ്, ഒന്നുകിൽ FEMA നിയമപ്രകാരം അല്ലെങ്കിൽ PMLA നിയമപ്രകാരം ഏതെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിലാണ് സാധാരണ വിളിച്ചു വരുത്തുക. താങ്കൾ ഒരു കേസുമില്ലാതെ വെറും രേഖകൾ പരിശോധിക്കാൻ വേണ്ടി അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? എന്നാണോ താങ്കൾ ഇപ്പൊ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ചോദിക്കാൻ ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത്. ഇനി നമുക്ക് നിയമപരമായിട്ടുള്ളൊരു യുദ്ധം ചെയ്യാം. ചാനലിൽ കൂടിയല്ല, നിയമപരമായിട്ട്. ഞങ്ങള് നിങ്ങൾ മനസ്സിലാക്കി, കിറ്റെക്സ് ഗാർമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഈ കുട്ടികളുടെ ഉടുപ്പുണ്ടാക്കുന്ന മേഖലയില് ലോകത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. ഞങ്ങള് കഴിഞ്ഞ വർഷം വരെ 100% അമേരിക്കയ്ക്കായിരുന്നു എക്സ്പോർട്ട്. ഇപ്പൊ അമേരിക്കയുടെ പ്രശ്നങ്ങൾ വന്ന ശേഷമാണ് യൂറോപ്പുമായിട്ട് ഞങ്ങൾ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. ഇത് 100% അമേരിക്കൻ മാർക്കറ്റിലിട്ട് പോയിരിക്കുന്നതാണ് ഈ പറയുന്ന സമയം വരെയുള്ളത്. അപ്പോ നിങ്ങൾക്കറിയാം, അമേരിക്ക പോലെയുള്ള രാജ്യത്ത് അവരുടെ കൂടി ആവശ്യമാണ് ഈ പറയുന്ന പണം അങ്ങോട്ട് ഗുഡ്സ് കൃത്യമായിട്ട് എത്തുന്നുണ്ടെന്നുള്ളതും തിരിച്ച് അതിന്റെ പണം ഇങ്ങോട്ട് വരുന്നുണ്ടെന്നുള്ളതും. അപ്പോ അതൊക്കെയാണ് പരിശോധിക്കേണ്ടത്. ഇനി അല്ല, ഞാൻ $1 ഏതെങ്കിലും രീതിയിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് ED അല്ല, നിങ്ങൾ തെളിയിക്ക്. ഞാൻ പറഞ്ഞില്ലേ, കമ്പനി എഴുതി തരാന്ന്. അതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഈ 2025 മെയ് മാസം ED നോട്ടീസ് നൽകി, പിന്നെ അത് കിറ്റെക്സ് ഗാർമെന്റ്സിന്റെ ബാലൻസ് ഷീറ്റ് ഉൾപ്പെടെ ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് അതിന്റെ വിശദീകരണം എങ്ങനെയാണ് കൊടുത്തത്? ഞാൻ പറഞ്ഞല്ലോ, അത് സാധാരണ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, GST ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അതിന്റെ സപ്പോർട്ടിംഗ് ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയും. ഞാൻ പറഞ്ഞു, ഞാൻ അതുകൊണ്ടാണ് വളരെ ചിട്ടയായിട്ട് പറഞ്ഞത്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ്, അത് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ആണ്. സെബിയും ഇവരൊക്കെ നിയന്ത്രിക്കുന്നതാണത്. അവരെ ഓഡിറ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്യണം ഇതിലെ എല്ലാ ട്രാൻസാക്ഷനും സുതാര്യമാണ്, കൃത്യമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു ലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ച്, പബ്ലിക് ലിമിറ്റഡ് ലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ച് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളാണ്. ഞങ്ങളല്ല പറയുന്നത്, തേർഡ് പാർട്ടി ഓഡിറ്റർ. ഞങ്ങളുടെ ഓഡിറ്റർ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, ലോകത്തിലെ ഇന്ത്യയിലല്ല 5ാം സ്ഥാനത്ത് നിൽക്കുന്ന അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്ററാണ് ചെയ്ത് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. കിറ്റെക്സ് ഗാർമെന്റ്സിന്റെ 33 വർഷത്തെ ഒരു ട്രാൻസാക്ഷനും തെറ്റായിട്ടോ സാമ്പത്തിക ക്രമക്കേടുകളോ ഇല്ല എന്ന് സർട്ടിഫൈ ചെയ്തു. അതുകൊണ്ടാണ് 5 ബാലൻസ് ഷീറ്റ് ചോദിച്ചാൽ ആ ബാലൻസ് ഷീറ്റ് കണ്ടാൽ ഏത് ഉദ്യോഗസ്ഥനും, നിയമം അറിയാവുന്ന ഏത് ഉദ്യോഗസ്ഥനും അറിയാം ഇതിൽ തെറ്റുകളൊന്നുമില്ല എന്ന്. അത് അവരോട് ചോദിക്കണം. മറുപടിയല്ല, ഞങ്ങൾ നടത്തിയ ട്രാൻസാക്ഷൻസ്, അതായത് ഞങ്ങളുടെ എക്സ്പോർട്ട് ബില്ലുകൾ, ആ എമൗണ്ട് അത് കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് മാത്രമല്ല, അത് ബാങ്കാണ് കൊടുക്കേണ്ടത്. അങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഞങ്ങളും കൂടി അതിന്റെ കംപ്ലീറ്റ് ഒരു സംഗതി പോലും പെൻഡിംഗ് ഇല്ല, $1 പോലും പെൻഡിംഗ് ഇല്ല, ഒരു ഡോക്യുമെന്റ് പോലും കൊടുക്കാനില്ല, ഒരു നടപടി അവർക്ക് എടുക്കാൻ പറ്റില്ല. പിന്നീട് തുടർ നടപടികൾ ഉണ്ടായില്ല. അതല്ലേ പറഞ്ഞത്, അത് ക്ലോസ് ചെയ്തോ. ആ സംഗതി അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് സാധാരണ രീതിയിൽ ചില കാര്യങ്ങൾ ചോദിക്കുന്നു, നമ്മൾ നടത്തിയ ട്രാൻസാക്ഷനെ പറ്റി ചോദിക്കുന്നു, എക്സ്പോർട്ട് ബില്ലിനെ പറ്റി. അത് എനിക്ക് മാത്രമല്ല, ഇതില് ഈ പറയുന്ന കേരളത്തിൽ തന്നെ 100ഓളം ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ ഇതേ രീതിയിൽ തന്നെ ഫയൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വളരെ ലളിതമായ ഉത്തരം പറയണം. അതായത് താങ്കൾക്കെതിരെ EDയിൽ ഒരു കേസും ഇല്ല എന്നാണ് താങ്കൾ പറഞ്ഞത്? യെസ് ഓർ നോ? കേസ് ഉണ്ടെന്ന് തെളിയിച്ചാൽ നിങ്ങൾ
ഞാൻ പറഞ്ഞല്ലോ, കേസുണ്ടെന്ന് തെളിയിച്ചാൽ കമ്പനി എഴുതി തന്നേക്കാന്ന് പറയാം, പിന്നെ കേസുണ്ടെന്നുള്ളതാണോ? താങ്കളുടെ ഭാഗത്തുള്ള ഇതിൽ കൂടുതൽ എന്താ ഞാൻ പറയേണ്ടത്? സാധാരണ നോട്ടീസ് കൊടുക്കില്ല, ഒരിക്കലും ഈ കേസ് ഇല്ലാതെ ഒരാളെ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരത്തില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിലൊന്നുമില്ല അല്ലേ? നിങ്ങളുടെ കയ്യിലൊന്നുമില്ല, ശൂന്യതയെന്ന് വിട്ടതാണോ നിങ്ങൾ? ശൂന്യതയെന്നാണോ നിങ്ങൾ വിട്ടത്? അത് നിങ്ങൾ എന്നോട് വന്ന് നോട്ടീസ് വയ്ക്കുക, ഇന്ന് രാവിലെ മുതൽ ടി വിയിൽ ഇരുന്ന് എല്ലാം വിളിച്ചു പറഞ്ഞിട്ട്. താങ്കൾ അതിൽ ഉരുണ്ട് കളിക്കണം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കൃത്യമായി താങ്കൾ ഉരുണ്ട് കളിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് നേരിട്ട് കളിക്കാനി. അതുകൊണ്ടാണ് പറഞ്ഞ നോട്ടീസ് വരുമെന്ന് പറഞ്ഞത്. എന്തും വിളിച്ചു പറയാനായുള്ള സംവിധാനമല്ല ബ്രോഡ്കാസ്റ്റിംഗ് ഇതൊക്കെ. ഓക്കെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.